തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറയുന്ന നമുക്കറിയാം പീച്ചി ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം. അവിടെ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നു. പീച്ചി തെക്കേക്കുളം പള്ളിമുക്ക് ജണ്ടമുക്ക് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനത്തിൽ 20ഓളം വീടുകൾക്ക് സാരമായ കേടുപാട് പറ്റി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് ഏകദേശം 6:15ഓടെയാണ് ഈ പ്രദേശത്ത് ഭൂമിക്കടിയിൽ നിന്നും വലിയ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായത്. പീച്ചി ഡാമിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശങ്ങൾ. 2 ആഴ്ച മുൻപ് വെളുപ്പിന് 2 പ്രാവശ്യമായി സമാന രീതിയിൽ ഭൂചലനം ഉണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഇന്ന് രാവിലെ ബുധനാഴ്ച രാവിലെ 8:45 വീണ്ടും ഈ പ്രദേശത്ത് ഭൂമിക്കടിയിൽ നിന്നും വലിയ ശബ്ദം കേട്ടുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വില്ലേജ് ദുരന്ത നിവാരണ അതോറിറ്റി ജീവനക്കാർ സ്ഥലം സന്ദർശിച്ചിരുന്നു. കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്തു നിന്നും അവിടെ പീച്ചി ആ ഒരു പ്രദേശത്തു നിന്നും ഈ ഒരു സംഭവം ഉണ്ടായ സ്ഥലത്തു നിന്നും അവിടുത്തെ പ്രദേശവാസിയായ ഷാജി അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് വിശദമായി തന്നെ ചോദിക്കാം. ഷാജി, കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ എന്താണ് ശരിക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടായത്? കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ഒരു 6:15 കൂടിയിട്ടാണ് ഭൂമിയുടെ അടിയിൽ നിന്നിട്ട് വലിയൊരു ശബ്ദവും കേട്ടു. ഒപ്പം തന്നെ ഒരു ജർക്കിങ് ഉണ്ടായി. അങ്ങനെ അത് കേട്ടോടുകൂടി ജനങ്ങള് പല വീടുകളിൽ നിന്നും ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരികയും ആകെ പരിഭ്രാന്തമായി നിന്നു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഭൂമി കുലുക്കാണ്, ഭൂമി ചലനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം വീടുകളൊക്കെ പരിശോധിച്ച സമയത്ത് പല വീടുകളിലും വിള്ളല് കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ വ്യാപകമായി പരിശോധന നടത്തിയ സമയത്ത് ഏകദേശം 20ഓളം വീടുകളിൽ ഈ വിള്ളല് കണ്ടെത്താൻ സാധിച്ചു. അത് ബന്ധപ്പെട്ട അധികാരികളെ ഞങ്ങൾ അറിയിച്ചു, പത്രമാധ്യമങ്ങളെ അറിയിച്ചു. അവരെല്ലാവരും, അതായത് പത്രമാധ്യമങ്ങളടക്കം വില്ലേജിന്റെയും പഞ്ചായത്ത് ദുരന്ത നിവാരണ അതോറിറ്റി അവരൊക്കെ ഇന്നലെ വന്ന് സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഇപ്പൊ വീണ്ടും ഇന്ന് രാവിലെ ഒരു 8:45 കൂടി വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. അതിനുശേഷം ഒരു 3-4 വീടുകളിൽ ഈ വിള്ളല് ഉണ്ടായിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ വെളുപ്പിന് പന്ത് കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ 5 മിനിറ്റ് ഇടവിട്ട് 2 പ്രാവശ്യം ഇതേ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പീച്ചി ഡാമിനോട് ചേർന്നാണ് ഞങ്ങൾ താമസിക്കുന്ന പീച്ചി, പള്ളിക്കുന്ന്, തെക്കേകുളം, ജണ്ടമുക്ക് എന്ന സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലത്ത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും വളരെയധികം ആശങ്കയിലാണ്, പരിഭ്രാന്തിയിലാണ്. കാരണം ഡാം അടുത്തുണ്ട്, ആ ഡാം പരിശോധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തണം, ഇതിനെടുത്തൊരു പഠനം വേണമെന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനുമായിട്ട് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അധികാരികളുടെ അടുത്ത് നിന്നുള്ള ഒരു മറുപടി എങ്ങനെയാണ്? മറുപടി അവരതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. വീടിനുള്ള നഷ്ടപരിഹാരം അത് വില്ലേജിൽ അപേക്ഷ കൊടുക്കണം, അത് ഞങ്ങൾ ചെയ്യാം. ഒപ്പം തന്നെ ഇതിനൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് ചെയ്യാം. ഒപ്പം ഇത് നേരിയ ഭൂചലനമാണ്, അതുകൊണ്ട് ഇത് മിഷനിൽ അത് രേഖപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നേരിയ ഭൂചലനം നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 തവണയോളം ഇതുപോലെ പ്രകമ്പനം ഉണ്ടായി, ഇതുപോലെ ശബ്ദം കേട്ടു എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപ് എന്തുകൊണ്ടായിരിക്കാം വ്യക്തമായിട്ടുള്ള ഒരു പരിശോധന നടക്കാഞ്ഞത്? ഇത് ഭൂചലനം നേരിയ തോതിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് എന്തൊരു പോയിന്റ് കണക്ക് അവർ പറഞ്ഞിരുന്നു. അപ്പൊ ആ പോയിന്റ് കണക്കിന് താഴെ വന്നാൽ ഇത് രേഖപ്പെടുത്തില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. ഓക്കെ, അവിടുത്തെ പ്രദേശവാസികളൊക്കെ എങ്ങനെയാണ്? അവർക്ക് ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണോ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്? ജനങ്ങൾ ഭയശങ്കയുണ്ട്, വളരെയധികം ഭയശങ്കയോടുകൂടിയാണ് ജനങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. കാരണം അടുപ്പിച്ച് ദിവസങ്ങളിൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അടുപ്പിച്ചായി ഇത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്നു, വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ആശങ്കയിലാണ് ജനങ്ങൾ. അപ്പോൾ ഈ ആശങ്കയ്ക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ ജനങ്ങളെ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കാനോ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടോ? കാരണം നമുക്കറിയാം ഇപ്പൊ തുടർച്ചയായി പലതവണ ഇതുപോലുള്ള അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ കേടുപാടുകള് 20ഓളം വീടുകൾക്ക്, വാർക്ക വീടുകളടക്കമുള്ള 20ഓളം വീടുകൾക്ക് ചെറിയ ചെറിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുള്ളവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാം
അതിനുവേണ്ടി വില്ലേജിൽ അപേക്ഷ ചെയ്യണം എന്ന് മാത്രമാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതെ, നഷ്ടപരിഹാരം ഓക്കെ. ഒരു വീട്ടിലെ കുഴൽക്കിണറില് ചെളി കയറി വെള്ളം അടിക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ ചോദിച്ചത് അതായത് നഷ്ടപരിഹാരം ഓക്കെ, പക്ഷെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തന്നെ 3 or 4 തവണ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അപ്പോൾ ഇനി ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നതിന് പകരം അവിടുന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും അപേക്ഷകൾ കൊടുക്കുമോ, അതുപോലെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ ജനങ്ങളായാലും? അതിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല. ജനങ്ങളും അത് ആവശ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ അധികാരികളും അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഡാം അവിടെ നിലനിൽക്കുന്നു. എന്തായാലും ജനങ്ങളുടെ ഒരു ഭീതി അകറ്റേണ്ടത് അത് അധികാരികളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. എന്തായാലും നിലവിൽ ഭയപ്പെടേണ്ടതൊന്നുമില്ല എന്ന് തന്നെയാണ് അധികാരികൾ അറിയിക്കുന്നത്. ശ്രീ ഷാജിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. പീച്ചി പ്രദേശവാസിയാണ് അദ്ദേഹം. വളരെ നന്ദി. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്